ജോലി വല്ലതുണ്ടോ? വിറക് കീറാമോ? കുട്ടമ്പിള്ളേ, പിന്നെ ആ വിറക് എടുക്കുന്നതും കാണിച്ചു കൊടുക്കാം. എന്നെ കാല് നോക്കണം. നിനക്ക് വിറക് കയറാൻ വയ്യാത്തതിന് എന്റെ കോടാലി വെച്ച് പിടിക്കാണോ? ഇറങ്ങി പോടാവില്ല. ഞാനിതൊരു ജോലി ചെയ്യാനൊന്നും വരില്ലേ. എന്ത് ജോലി ചെയ്തേ? ഇതിനെന്ത് പുല്ലാ വരുന്നേ? പുല്ല് വയ്ക്കാനൊന്നും വേണ്ട. എടാ എനിക്ക് വിശക്കുന്നെന്ന്. നാളൊരു മൃഗമാണല്ലോ. എടാ കുട്ടമ്പിള്ളേ, ഇവന് ഊണ് കൊടുത്ത് പറഞ്ഞേക്കും. നാശം. ചോറ് കൊടുക്കണ്ട. കൃഷ്ണനാണ്. ചോറില്ല. ഈ പാത്രത്തെ ഇരിക്കുന്നതോ? ഇത് പതിനാർക്ക് കൊടുക്കാനുള്ളതാ. വെച്ചുണ്ടാവുമെന്ന് വിചാരിച്ചോളാം. എനിക്ക് വിശക്കുന്നത്. നിനക്ക് വിശക്കുന്നത് ഞാനിത് വേണം. നീ കേടി കൃഷ്ണല്ലേടാ. കേടിയായതുകൊണ്ട് വിശക്കത്തില്ല. വെറുതെ കയറി തന്നെ ഞാൻ തീപ്പട്ടിയുണ്ടോ? ഇല്ല. വെള്ളം വേണമല്ലോ. കോരിക്കൊണ്ടുവരണം. നിനക്കൊരു മഴവും ഇല്ലല്ലോ കൊല്ലം. പെണ്ണുങ്ങളാൽ ഒരു രസമൊക്കെ വേണ്ടേ? ചേട്ടൻ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ വിഷമിപ്പിക്കാൻ ഇവിടെ കൂടെ കൂടെ വരികയും ഈ ഒരു മാതിരി വർത്താനം പറയുകയും ചെയ്യരുത്. അത്രയ്ക്ക് പതിവ്രതയോ വേണ്ട. നീ കേടി കൃഷ്ണന്റെ കാര്യം വലിയ ചക്കരയായിട്ട് പറയുന്നുണ്ടല്ലോ. കൃഷ്ണൻ ചേട്ടനോട് എനിക്ക് സ്നേഹമായതുകൊണ്ട്. അയാളില്ലാത്ത അവസരത്തിൽ വല്ലപ്പോഴേക്കുമെന്ന് എന്റെ അടുത്ത് മര്യാദ കേട്ട് പറയരുത്. തന്റെ ഭാര്യയോട് പോയി പറ. കെറിയിക്കാതെ കരളെ. എന്റെ ദേഹത്ത് തൊട്ടാൽ ഇതുകൊണ്ട് ഞാൻ കുത്തും. നിനക്ക് ഒരു മയവുമില്ലല്ലേ എന്റെ പൊന്നു പൊന്നമ്മ. നിങ്ങളുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലേ ഒക്കൂ. ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ്. എന്നോട് മര്യാദകേട് കാണിക്കാൻ ഏതവൻ വന്നാലും ഇതുകൊണ്ട് ഞാൻ കുത്തും. രണ്ടൊന്ന് രൂപ വേണമെങ്കിൽ തരാവിടെ പൊന്നമ്മ. തന്റെ പെമ്പങ്ങളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. കൊച്ചിന് കഞ്ഞിയെങ്കിലും വെച്ചു കൊടുക്കട്ടെ. നീ അങ്ങനെ ഉർവശി ചെവിയും മറ്റും വേണ്ട. ഇതിനേക്കാൾ ജഗജില്ലികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇരിക്കാനും സ്ഥലമില്ല. ഇവിടെ ഇരിക്കാനല്ല. ഒരു 2 ട്രാങ്ങര് സ്ഥലം മതിയോ? ചോദിച്ചോ തന്നാ മതി. രണ്ടുപേരെ എന്റെ പേറ്റ് കാണുന്നില്ലല്ലോ. ഇതിനടുത്ത് പോയി നോക്കൂ. പലരും പോക്കറ്റ് അടിക്കാൻ പറഞ്ഞില്ല. എവിടെയെങ്കിലും കാണുന്നില്ല. എല്ലാവരുടെയും പോക്കറ്റ് അടിക്കും. നിന്റെ പോക്കറ്റ് അടിക്കുന്ന ആരാടാ കെ ഡി കൃഷ്ണ? കേൾക്കുന്നുണ്ടേ. കണ്ടില്ലായിരുന്നു. എത്ര പൈസ? 90 പൈസ. ശരിയാണോടോ? ശരിയാ. അവനാള് വലിയ കള്ളനാ. നിങ്ങൾ എന്നെ രക്ഷിച്ചു. എന്റെ കണക്കെത്രയാ? ഒരു 3 രൂപ പോയി. 3 രൂപ 50 പൈസ. അയ്യോ, ഇതിൽ 5 രൂപ വെച്ചിരുന്നല്ലോ. വെച്ചിരുന്നോ? എന്നാ അവൻ എനിക്ക് ഇവിടെ കൊടുത്തേക്കും പോയത്. അവനെ ഞാൻ ഇന്ന് കേടിക്കിട്ട. എന്നെ അപമാനിക്കരുത്. ഞാൻ ഈ നാട്ടിലൊരു കിടപ്പണി. നിങ്ങൾ പ്രോഗ്രാം നടത്തുകയല്ലേ എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? കൃഷ്ണന്റെ വേഷം കെട്ടുന്നവരെ ഉടലിറങ്ങി ആശുപത്രി കിടക്കുക. ഉടലിറങ്ങിയോന്ന് എനിക്കറിയത്തില്ല. പ്രോഗ്രാം നടത്താൻ ഒറ്റ എണ്ണത്തിനെയും പെടത്തില്ല. സാരെന്തിനെ ദേഷ്യപ്പെട്ടത്? എന്താ തൂക്കി വിളിക്കുന്നത്? ഇനി എന്താ ചെയ്യുന്ന? എനിക്ക് വേണ്ട. അയ്യോ അയ്യോ ഗോപാല, എന്റെ പൊന്നു ഗോപാല, എന്നെ ഒന്ന് സഹായിക്കും. ഇനി വേണം ചായല്ല ഗോപാല, ചാരായല്ല ഗോപാല, ഒന്ന് വേഷം ഇടുന്നു. വേഷം പേടിക്കണ്ട, കയ്യിലിരുന്നോട്ടെ. മേക്കപ്പ് ഞാൻ തരാം. നീ തന്നെ തന്നെ ഇട്ടോ ഗോപാല. പള്ളിയിലൊഴിച്ചു കൃഷ്ണ കമലനയന ശ്രീകൃഷ്ണ നിന്നെ കാത്തു നിൽപ്പൂ നിന്റെ രാധ. കാളിന്തി തടത്തിലെ
കാത്തു നിൽപ്പൂ നിന്റെ രാധ നിന്റെ രാധ. അങ്ങനത്തെ ദർശനം വരടി. അങ്ങന്റെ മകനെ തിരിച്ചു തരൂ. ഞാൻ കൃഷ്ണനല്ല. ആരും ആശ്രയമില്ലാത്ത ഈ ചെറുതി അനുഗ്രഹിച്ചു കൃഷ്ണ. ഞാൻ കൃഷ്ണനും പോകുന്നതിന് ഒന്നും അല്ല. 30 വർഷം മുമ്പ് 7ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ എന്റെ മകനെ തിരിച്ചു തരൂ കൃഷ്ണ. കൃഷ്ണ വല്യമ്മേ, ഞാൻ കൃഷ്ണനല്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പച്ചവെള്ളം പോലും തരില്ല. ഞാനൊരു കൂലിക്കാരനാണ് വല്യമ്മേ. ടൗണിൽ കൂലിക്കാരുടെ കൂടെ താമസിക്കുന്നവനാണ്. അല്ല, അതെ, അല്ല. ഞാൻ സന്യസിക്കുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞ കൃഷ്ണനാണിത്. അല്ല വല്യമ്മേ. കൃഷ്ണ 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 കൃഷ്ണ, നീ എവിടെ പോയി കൃഷ്ണ? നീ എവിടെ പോയി? സാക്ഷാൽ കൃഷ്ണൻ, കള്ളകൃഷ്ണൻ. നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. മായാവിയാണ്, കള്ളനാണ് കൃഷ്ണ. കൃഷ്ണ ഓടി വന്നിട്ടുണ്ട്. ഇവിടെ ആരും വന്നില്ലല്ലേ? കള്ളമകളുണ്ടല്ലോ, നിനക്ക് ആപത്താണ്. ഇങ്ങോട്ട് വന്നില്ലേ? അയ്യോ, ഇവിടെ ആരും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ആരും സഹായികളില്ലാത്ത ഒരു പാവം മനസ്സറിഞ്ഞ ഈ കുട്ടിയുടെ അച്ഛനവിടെ 2 മാസത്തിന് മുമ്പ് ഒരു ബസ്സപകടത്തിൽ മരിച്ചുപോയി. എന്റെ ബന്ധുക്കൾ മറ്റാരും ഇല്ലേ? ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണമല്ലായിരുന്നു ഞങ്ങളുടേത്. ഇപ്പോഴെനിക്ക് ആരുമില്ല. ഞാൻ ജോലി ചെയ്തു എന്റെ കുഞ്ഞിനെ വളർത്തുന്നു. എന്റെ കുഞ്ഞിനെ ആകാശം ഞാനാണ്. സാർ, അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. നോക്കാം. മോള് രസമോ? അമ്മ പോയി സ്ഥലം എടുത്തിട്ട് വരട്ടെ. മോളെ കള്ളന്മാരെ പിടിച്ചോണ്ട് പോകും. കുഞ്ഞോ മറ്റേ തന്നെയായിരുന്നു. ശരി, നിങ്ങൾ ആവശ്യമില്ല. Oh!
കുഞ്ഞ് ഇത് നോട്ട് വിളിക്കാൻ ഈ കുഞ്ഞിനെ പിടിക്കാൻ ഇനിയിപ്പോ രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും പാടി. കൃഷ്ണചേട്ടൻ എന്നെ ഇഷ്ടമില്ലാഞ്ഞതിന്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കല്യാണം കഴിച്ചു ഒരു കുഞ്ഞുമായി. എടി ഇതിനൊന്നും എടുക്കാൻ ഇതിന്റെ കരച്ചിലൊന്നും നടക്കാൻ എനിക്ക് മനസ്സില്ല. ഞാനിനെ കൃഷ്ണചേട്ടൻ എന്നെ കണ്ടുകൂടെങ്കിലും എനിക്ക് കൃഷ്ണചേട്ടനെ ഇഷ്ടമാണ്. ആര് പെറ്റതാണെങ്കിലും ഈ കുഞ്ഞ് കൃഷ്ണചേട്ടന്റെ അല്ലേ, അതുകൊണ്ട് ഞാൻ എടുക്കും. പെണ്ണ് തൊട്ടപ്പോ അതിന്റെ കരച്ചിൽ എല്ലാ പെണ്ണും അമ്മയാണ്. ആ എല്ലാ ആണും അച്ഛനല്ല. പക്ഷേ ഇതിന്റെ അച്ഛൻ കൃഷ്ണചേട്ടൻ മാത്രമാണ്. മണ്ടൂസേ അതെന്റെ കുട്ടിയല്ല. എന്നോടൊന്നും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ ചേട്ടന്റെ തൽസ്വരൂപമാ. നീ ഇങ്ങോട്ട് വാരുവല്ലേ, ഞാൻ എല്ലാം നേര് പറയാം. എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇങ്ങോട്ട് വാരി. ഞാൻ പേടി കൃഷ്ണവൻ നിനക്കറിയാം. പോലീസുകാർ എന്റെ പുറകെ വരുന്നത് കണ്ട് പേടിച്ച് ഞാൻ വീടിനകത്ത് ചെന്നിട്ടായി. ഈ കുഞ്ഞിന്റെ അമ്മ ശബ്ദമുണ്ടായി. പോലീസുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വായടക്കി പിടിച്ചു. കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ശ്വാസം വിട്ട് മരിച്ചായിരിക്കും. എന്തൊരു പാപമാണ് ചെയ്തത്. പാവമല്ലാതെ ഈ ജീവിതത്തിൽ ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ തന്നെ. എനിക്ക് അതിലൊന്നും പ്രയാസമില്ല. മരിച്ചു കിടക്കുന്ന ആ സ്ത്രീയുടെ മുലയിൽ നിന്ന് ഈ കുഞ്ഞ് പാല് കുടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സുരിപ്പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വിട്ടിത്തം. ഏതായാലും ഈ കുട്ടിയെ നാളെ പകൽ മുഴുവൻ ഒന്ന് സൂക്ഷിച്ചോ. രാത്രി ആവുന്ന എടുത്തോണ്ടിരിക്കണം. ഈ കുട്ടി ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും ഒരു കള്ളം പറ. ഞാൻ രാത്രി കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ വരട്ടെ. പറഞ്ഞിട്ട് കൊള്ളാം. എവിടെന്ന് നിങ്ങൾക്ക് എന്തെടുത്ത് വളർത്തുന്ന പോലെയാണല്ലോ ഈ പറയുന്നത്. ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ. ഏതായാലും ഞങ്ങൾ ഇപ്പൊ ചോദിച്ചതാ തെറ്റി. ഇന്നലെ രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞ് ഈ കുട്ടി ഏതാ? എന്റെ കുഞ്ഞ്. എന്റെ എന്നിട്ട് ഞാൻ പ്രസവിച്ചത്. കൊള്ളാം. ഞാൻ നേര് പറയാം. കുറച്ചുനാൾ മുൻപ് എന്റെ അമ്മയുണ്ടായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ എന്റെ കൊച്ചമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നേരാണോ ഈ പറയുന്നത്? കള്ളം പറയുന്നത് എന്തിനാ? ഈ മോശത്ത ഇതിന്റെ അച്ഛൻ ഏതാ? കൃഷ്ണൻ ചേട്ടൻ. അയ്യോ, കേടി കൃഷ്ണനോ? ഒരിക്കൽ ജയിലിൽ വന്നപ്പോ ഇത് നല്ല കൂത്ത്. പറഞ്ഞാടി നമുക്ക് പോവാം. എന്നാലും എന്റെ പൊന്നി, നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എടി ഇന്നല്ലേ നീ വരുന്നുണ്ട് വാടി. ഇതേ പോലീസിന്റെ വരുന്നത്.
പേടിക്കണ്ട, അവിടെ തന്നെ ഇരുന്നോളൂ. പിന്നെ നീ എന്തിനാ കഥ തുറന്നു? കഥയിൽ തട്ടിയിട്ട് ആരാണെന്ന് വിചാരിച്ചാ നീ കഥ തുറന്നേ? എന്തോ വേണോ അറിഞ്ഞിട്ട്? കൃഷ്ണനാണെന്ന് വിചാരിച്ചില്ലേ നീ കഥ തുറന്നേ? അതെ, അതിനാർക്കാണ് നഷ്ടം? എന്റെ കുഞ്ഞിന്റെ അച്ഛനാ കൃഷ്ണൻ ചേട്ടൻ. എന്റെ കുഞ്ഞോ?
അച്ഛനോ? പിടിച്ചില്ലേ? നിന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം വല്ല മണ്ടി പെണ്ണുങ്ങളോടും പറയണം. സത്യത്തിൽ ഈ കൊച്ചിന്റെ തള്ളെ നിന്റെ കൃഷ്ണൻ ഞെക്കിക്കളഞ്ഞു. എന്നിട്ട് ഈ കൊച്ചിനെ കൊണ്ട് നിന്നെ ഏൽപ്പിച്ചായിരുന്നു. ആര് പറഞ്ഞതല്ല? ഇതെല്ലാം ഞാൻ പുറത്തൊളിച്ചെന്ന് കേട്ടതാണ്. എനിക്കെല്ലാം അറിയാം. മര്യാദയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. നിന്റെ കൃഷ്ണനെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കും. കേശവൻ ചേട്ടാ, ചതിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കതവ് അടച്ച് ഈ ലൈറ്റ് അണയ്ക്കും നമുക്ക്. അത് സാധ്യമല്ല. കൃഷ്ണൻ ചേട്ടൻ ഒഴിച്ച് എന്റെ ദേഹത്തിൽ മറ്റൊരു പുരുഷനും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പൊന്നമ്മ, നിനക്കിത് ആപത്താണ്. എന്താപത്തും വരട്ടെ. അത്രയ്ക്ക് വാശിയാണോ? അയ്യോ, ആശാ നീ നേരത്തെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഏതും പ്രതീക്ഷിച്ചില്ല. നീ എന്നിറങ്ങിട. ആശാൻ പോകുന്നതിന് പിറ്റേന്ന് എന്നെ വിട്ടു. പിന്നെ നല്ല മാറ്റുണ്ട്. ഇപ്പൊ എന്ത് ബഹുമാനം! അങ്ങനെ ഓടി ജയിലിനകത്ത് വെച്ചേ ഞങ്ങളുടെ ഒക്കെ ഗുരുവായിരുന്നു ഈ ആശാന്. എന്താ കേശവ, നീ ഈ വീടിനകത്ത് കയറി മാത്രം വേണ്ടാനൊന്നും കാണിക്കും. ആശാൻ അങ്ങനെ പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. പോലീസുകാർ വന്ന കാര്യം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ എടുത്തോണ്ട് പോകാനാ വന്നത്. അയ്യോ വേണ്ട ചേട്ടാ, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. അത് ആപത്താണ്. കുഞ്ഞുങ്ങളെല്ലാം വളർത്തുന്ന ഒരു അനാഥാലയം ഞാൻ കണ്ടുവച്ചു. അതിന്റെ മതിൽക്കെട്ടിനകത്ത് ഇതിനെ കൊണ്ട് ഇടാൻ പോവുക. ഇല്ല, ഇതെന്റെ മോളാണ്. പൊന്നമ്മേ, നിനക്കിത് ആപത്താണ്. പോലീസുകാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ തരികയില്ല. ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ കുഞ്ഞാണെന്നാണ്. കൃഷ്ണൻ ചേട്ടനാണ് എന്റെ മോളുടെ അച്ഛനെന്നും ഞാൻ പറഞ്ഞു. എന്തിനാണ് ഈ പട്ടി ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആളുകൾ അറിയുന്നത് എനിക്കിഷ്ടമാണ്. നിന്റെ ഇഷ്ടം. കൃഷ്ണൻ ചേട്ടൻ എന്റെ അമ്മയെ കൊന്നുകൊന്നു, എന്നെയും കൊന്നിട്ട് എന്റെ മോളെ കൊണ്ടുപോകാനോ? എന്റെ കള്ളശിക്ഷ, എന്തെല്ലാം വേഷങ്ങളാണ് നീ കെട്ടുന്നത്. കളവി, എന്റെ ചേട്ടൻ അനാവശ്യമൊന്നും പറയരുത്. കള്ളമൊക്കെ പണ്ടായിരുന്നു. എന്റെ പൊന്നു കല്ലേ, ഞാൻ കൃഷ്ണനും ശിവനും ഒന്നും അല്ല. അപ്പോഴേ ആയല്ലോ. ഗ്രഹപ്പഴ എനിക്കാണ് കിട്ടുക. അത് മാറാനാണ് ഞാൻ ദേശാടനം ചെയ്ത് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഭജിക്കുന്നത്. അങ്ങനെയാണ് അന്നൊരു ദിവസം അകലെയുള്ള ആ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കൃഷ്ണനെ ഞാൻ കണ്ടത്. ഞാൻ വേഷം കിട്ടിയതാണ് കല്ലേ. എന്റെ ഉള്ളിലുള്ള രൂപമാണ് ഞാനിന്ന് കണ്ടത്. 7ാമത്തെ വയസ്സിൽ ഒരു പെൻസിൽ മോഷ്ടിച്ചതിന് ഞാൻ അവനെ കുറെ തല്ലി. അന്നവൻ നാട് വിട്ടുപോയി. എന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ കൃഷ്ണനെ ഭജിച്ചു. അന്നെന്റെ മനസ്സിൽ തെളിഞ്ഞത് 7 വയസ്സുള്ള ആമ്പാടി കൃഷ്ണനായിരുന്നു. കാലം കഴിഞ്ഞു എന്റെ മനസ്സിലെ കൃഷ്ണൻ വളർന്നു. ഇപ്പോഴെന്റെ മനസ്സിലുള്ള കൃഷ്ണന്റെ രൂപം അന്ന് ഞാൻ ആ ആൾത്തറയിൽ വെച്ച് കണ്ടു. ആ കൃഷ്ണനിതാ വേഷം മാറി ഇവിടെ ഇരിക്കുന്നു. ദൈവത്തെ ഓർത്ത് എന്നെ വിഷമിപ്പിക്കരുത്. എന്നെ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ദൈവമാണെന്ന് പറയരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണമ്മേ. അമ്മ, അമ്മ, മോനെ 30 വർഷമായി മോനെ ഈ വിളി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. മോൻ എന്നെ അമ്മയെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഭഗവാനെ പോലും മറന്നുപോയി മോനെ, മറന്നുപോയി. ഈ കിളവിക്ക് തലയ്ക്ക് സുഖമില്ല. അവരുടെ മകനെ കൊച്ചിലെ നഷ്ടപ്പെട്ടതാണ്. ആരെങ്കിലും കള്ളന്മാരും കൊണ്ടുപോയതായിരിക്കും. എന്റെ ഒരു ആഗ്രഹം മോൻ സാധിച്ചു തരുമോ? അമ്മയുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. വീടും നാടും ഉപേക്ഷിച്ച് ദേശാടനം ചെയ്ത് കിട്ടുന്നത് കൊണ്ട് ഒരു കുടുങ്ങി കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പൊന്നു മോൻ അവിടെ വന്ന് എന്റെ കയ്യിൽ ഇത്തിരി ആഹാരം മേടിച്ച് കഴിച്ചിട്ട് പോകുമോ? വരാം അമ്മേ, ഞാൻ വരാം. എന്റെ മോൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും.
അവൻ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. അവൻ ഏത് തൊഴിൽ കയറിയാലും ഒന്നാമനായിരിക്കുമെന്നാണ് അവന്റെ ജാതകം. മോനെ, എന്തെങ്കിലും ഒരിക്കൽ ഇതുപോലിരുന്ന് എന്റെ മോനെ ചോറ് വിളമ്പി കൊടുക്കാൻ ഒക്കുമോ? മോന്റെ കണ്ണിൽ എന്താ വെള്ളം? എരിവ് കൂടുതലാ. അയ്യോ, ഞാൻ മുള വരച്ചില്ലല്ലോ. എന്നാ ഇത് കണ്ണിൽ പെട്ട് കാണും. അമ്മ, ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് പോവുക. നിങ്ങൾ എവിടെ പോവുക? ഞങ്ങൾക്ക് നാടോ വീടോ ഒന്നുമില്ല മതി. ഇവിടെ എവിടെയെങ്കിലും താമസിച്ച് ജോലി ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്തണം. എന്നാ എന്റെ മക്കൾ ഇവിടെ താമസിച്ചു. ഞാൻ മിക്കവാറും ദേശാടനവും ക്ഷേത്ര ദർശനവുമായിട്ട് കഴിഞ്ഞുകൂടും. വല്ലപ്പോഴെങ്ങാനും വന്നാ ഒന്ന് ചുരുണ്ട് കിടക്കാൻ സ്ഥലം തന്നാ മതി. എന്താ ചേട്ടാ? വേണ്ട, നമുക്കെങ്ങും പോകണ്ട ചേട്ടാ. ഇവിടെ തോട്ടങ്ങളിൽ ജോലി ധാരാളം കാണും. അത് മതി മക്കളെ, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ മതി. സന്തോഷം. ചേർന്നെന്താ ഈ തൂങ്ങിയിരിക്കുന്നത്? ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വരാം. എവിടാ? നോക്കി വെച്ചിട്ടില്ല. എവിടെയെങ്കിലും സൗകര്യം കിട്ടും. നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വരാം. ആഹാ, മോഷ്ടിക്കാനാണോ? ഒന്ന് പതുക്കെ പറയാം. വേണ്ട വേണ്ട, എങ്ങും പോകണ്ട. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ മതി. എനിക്ക് ജോലിയൊന്നും അറിഞ്ഞുകൊണ്ടിരിക്കും പെണ്ണെ. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടൻ ഇവിടെ ഇരുന്ന് കുഞ്ഞിനെ നോക്കിയാൽ മതി. അങ്ങനെ അന്യര് സമ്പാദിച്ച് ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. എന്നെ ഇപ്പോഴും അന്യവളായിട്ടാണോ കരുതിയിരിക്കുന്നത്? വല്യമ്മ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് പുറത്തു പോയിരിക്കാം. കുഞ്ഞുറങ്ങി. ഇവിടെ ഇരുന്നാ മതി. നല്ല നിലാവുണ്ട്. എനിക്ക് ഇരുട്ടാണ് ഇഷ്ടം. ഇങ്ങോട്ട് വരാനേ. ആഹാ, പാൽ പോലത്തെ നിലാവ്. നീ പോടി, നിലാവ് പാല് പോലെയാണ്. ചേട്ടാ, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ എന്ത് രസമായിരിക്കും. ജോലിയും ചെയ്ത് കുഞ്ഞിനെയും വളർത്തി. ചേട്ടാ, എനിക്ക് പാടാനറിയാം. ഞാനെന്തോ സിനിമയിലെ പോലെ ഞാൻ ഒന്നും പാടട്ടെ ചേട്ടാ? സിനിമയിലെ പാടാൻ ഈ ചേട്ടന് ഊഴവില്ല. അതെ, കൊച്ചി കറിയണം. പോയെടുക്ക. കൊച്ചി.
ചേട്ടാ 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 എനിക്ക് ചീക്ക് ഇറങ്ങണ്ട സാർ, ആ എനിക്ക് ചീക്ക് ഇറങ്ങണ്ട സാർ. അല്ല ഇതെന്തോ നീ പറയുന്നത്? ചേട്ടാ ഇങ്ങോട്ട് എഴുന്നേക്കാൻ. ചീക്കിന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ട് വിചാരിച്ച് ജയിലിലാണെന്ന്. കൊള്ളാം. വരൂ, അകത്ത് പോയി കിടക്കാം. ഞാൻ വരണ്ട, നീ വയ്ക്കോ. പായും തലേനും കട്ടിലും ഒക്കെ ഉണ്ട്. വരൂ. അതിലൊന്നും കയറുന്ന എനിക്ക് ഉറക്കം വല്ല എടുത്ത് പോ. എന്താ കൃഷ്ണൻ ചേട്ടാ ഇങ്ങനെ ഒന്ന് ഒളിച്ചിരിക്കുന്നത്? എന്റെ ജീവിതം തന്നെ ഒളിവിലാണല്ലോ. ഇവിടെ എങ്ങും കൃഷ്ണൻ ചേട്ടന് ആർക്കും അറിയില്ല. ആ, നമുക്ക് ജോലിയും ചെയ്ത് ഭാര്യയും ഭർത്താവുമായി സുഖമായിട്ട് കഴിയാം. ആ, അതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ തീരെ ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടമൊന്നും വേണ്ട. ഞാൻ എന്റെ 5 വയസ്സ് മുതൽ കാണുന്നയാളാ. അതുകൊണ്ട് ഭർത്താവണം. മറ്റാരെയും എനിക്ക് ഭർത്താവായി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നോട് എന്താ ഇത്ര വെറുപ്പ്? എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഇല്ല പെണ്ണി. പിന്നെ എന്താ എന്നെ ഭാര്യയാക്കിയാൽ? എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്. നൂൽപാലത്തിൽ കൂടെ നടക്കുന്നത് പോലെയാണ് തന്നെ എന്റെ ജീവിതം. ഏത് നിമിഷത്തിലും താഴെയാണ്. നിന്നെ കൂടെ ഞാനെന്തിനു നശിപ്പിക്കുന്നു? നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി. വേണ്ട, എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. ഒരു ദിവസമേ ഉള്ളെങ്കിലും എനിക്ക് എന്റെ കൃഷ്ണൻ ചേട്ടനെ മതി. നീ നല്ലവണ്ണം ആലോചിച്ചോ? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. എനിക്കൊരു മോളുണ്ട്, ഭർത്താവുമുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. ഒക്കുന്നത് വരെ നമുക്കിങ്ങനെ കഴിയാം. എനിക്കെന്ത് തന്നെ സംഭവിച്ചാലും എന്റെ മോടെ അമ്മ നീയായി. നിശ്ചയമായി. നമ്മുടെ മോക്കൊരു പേരിടണ്ടേ? കേട്ടോളൂ, പെൺപിള്ളേർക്ക് പേരിടുന്നത് തള്ളമാരാ. ഞാൻ ഒരു നല്ല പേര് നോക്കി വെച്ചിട്ടുണ്ട്. എന്താ? ശാന്തി. ശാന്തി. ഓ, ആയിക്കോളൂ. താമസിച്ചിരുന്ന കിഴവിയില്ലേ എഴുന്നേക്കാൻ വയ്യാതെ ആൾക്കാരെ കിടക്കുന്നത്. ആ, ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം. ഞാൻ വരട്ടെ. കൊച്ചിന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? വാ. അമ്മേ, കൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. നമുക്ക് അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ശരി അമ്മേ. മോനെ, പൊന്നു മോനെ, നിന്നെ കാണാതെ എന്റെ അമ്മ മരിക്കാൻ പോവുകയാണ്. ആരാത്? ഞാനാ അമ്മേ. എന്റെ മോനെ കാണാതെ മരിക്കാൻ പോവുകയാണ്. അമ്മേ, അമ്മയുടെ മകൻ അമ്മയുടെ കണ്ണിൽ തന്നെയുണ്ട്. അതെ, അമ്മയുടെ അടുത്തിരിക്കുന്ന ഈ മഹാഭാവിയാണ് അമ്മയുടെ മകൻ. മകൻ
വലിയവനായിരിക്കുമെന്ന് അമ്മയുടെ വിശ്വാസം തകർക്കാതിരിക്കാൻ വേണ്ടി ഇതുവരെ ഞാനത് പറഞ്ഞു. ഞാൻ ആപത്തിപ്പെടുമ്പോൾ അമ്മ വേദനിച്ചെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. അമ്മേ, 7ാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയ അമ്മയുടെ മകൻ രാധാകൃഷ്ണൻ ഞാനാണമ്മേ. ഞാനാണമ്മേ രാധാകൃഷ്ണൻ. അമ്മേ 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 ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. ഇനി അമ്മ മരിച്ചോളും ഞാൻ അടുത്തൊന്നും മാറില്ലമ്മേ. ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കും അമ്മേ. അമ്മേ അമ്മ അതുപോലെ അമ്മേ അമ്മേ പാസു എന്റെ അമ്മയൊന്ന് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. പതുക്കെ സൂക്ഷിക്കണം. മാറ അമ്മച്ചി ഒന്ന് മാറി. കൈ പിടിച്ചു. അമ്മച്ചി അയ്യോ വർദ്ധീന. അമ്മച്ചി അമ്മച്ചി ചേട്ടാ അമ്മച്ചി 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 അമ്മേ അമ്മേ അമ്മച്ചി ചേട്ടാ എന്റെ അമ്മ എന്നെ വിട്ടു പോയി പഞ്ഞി. ഇങ്ങോട്ടിരുന്നേ, ഞാൻ വട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്നിങ്ങോട്ടാ. മോളെന്തിയേ? അവള് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി. അവളെ അങ്ങനെ വിട്ടുകൂടല്ലോ കുഞ്ഞി. ഞാനൊരു വലിയവനായി കാണണമെന്ന് എന്റെ അമ്മ ആശിച്ചിരുന്നു. അത് സാധിക്കില്ല. എന്റെ അമ്മയുടെ അഭിലാഷം ഞാൻ അവളിലൂടെ നിറവേറ്റും. ഞാൻ അവളെ പഠിപ്പിച്ച് വലിയവളാക്കും, വലിയ കാര്യമാക്കും. ഓരോ ദിവസവും ചെലവിന് വിഷമിക്കുമ്പോഴാ കൊച്ചിനെ പള്ളിക്കൂടത്തിലയക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയാണ്. ആ ആശയൊക്കെ അങ്ങ് മനസ്സിലിരിക്കും. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നമുക്കൊരു കുഞ്ഞു വേണ്ട ചേട്ടാ. അതോ? അത് എത്രയായാലും നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതും ശാന്തിയും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ? നിശ്ചയമായി. നമ്മളുടെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞും എടുത്തു വളർത്തുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസം കാണും. എന്താ ഒന്നും മിണ്ടാത്തത്? ആ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനാണ് ഒരു കുഞ്ഞു മതിയെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഞാനൊരു പെണ്ണല്ലേ. അതുകൊണ്ട് നൊന്ത് പ്രസവിക്കാനും ആ കുഞ്ഞിനെ എടുത്ത് വളർത്താനും എനിക്ക് ആശ കാണില്ലേ? അത്ര വലിയ ആശയാണെങ്കിൽ അധികം പ്രായമാകുന്നതിന് മുമ്പ് വേറെ വല്ലതും തിരക്കിട്ടു. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കഴിവേ എനിക്കുള്ളൂ. ഒന്നുണ്ട് താൻ. ഞാൻ കൊച്ചിൻ്റെ കൂടെ പോയിക്കളാം. എനിക്കൊന്ന് ഉറങ്ങണം.
എന്ത് വിഷ്ണു? എന്താ ഇവിടെ നിൽക്കുന്നു? വരും, അകത്തൊന്ന് കിടക്കും. ഓടിയാത്ത നാട്ടുകീയൻ എപ്പോഴും എങ്ങാണ്ടോ കിടന്ന് ഒന്നിനെ കൊണ്ടു കഷ്ടപ്പെട്ട് വളർത്തി ഒരു സ്വയം തരത്തില്ല. നിന്നെ കൊല്ലി ഇവിടെ വന്നു. എന്നും വരാറുണ്ടായിരുന്നു, ഇന്ന് കണ്ടില്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. രണ്ട് ദോശ കൊടുങ്ങ. എനിക്ക് എളുപ്പമല്ല സ്കൂളിൽ പോണ അച്ഛാ. പോവാ മോളെ, അതിനു വേണ്ടിയാണ് മോളെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത്. മോളെ പഠിപ്പിച്ച് മിടുക്കിയാക്കും. ഇതാ ദോശ തന്നെ, ചൂട് ദോശ മുഴുവനും തിന്നണം. சங்கர், இந்த வண்டியெல்லாம் நல்லா பார்த்துக்கோ, தொடச்சு கிளீன் பண்ணி வை, நான் சாப்பிட்டு வரேன். சரிண்ணே, நல்லா பார்த்துக்கோ. வாங்க சார், வாங்க. எங்க போகணும் சார்? சரி, யாருங்க? சென்ட்ரல் ஸ்டேஷன். பார்த்துக்கோ, சரியா பார்த்துக்கோ. அங்க என்ன பாக்குற? மாற மாட்டா மாதிரி. நீ ஒரு டிரைவரா வர வேண்டாம். பாரு கவனிச்சு, அப்படியே பாத்துக்கோ, ஈரெல்லாம் பாத்துக்கோ.
லெஃப்ட்ல பார்த்தோம். அங்க பாரு, லெஃப்ட்ல பார்த்தோம். அப்படிதான், ரோட்டை பார்த்துக்கோ. கிளச்சை நல்லா மிதிச்சுட்டு அப்புறம் கீரை போதும். எந்த தொழிலா இருந்தாலும் ஒழுங்கா பார்த்து செஞ்சா தான் நாளைக்கு நம்ம முன்னுக்கு வரலாம். அப்படி பரவாயில்லையே. ரைட்ல பாரு, நல்லா பார்த்துக்கோ. எங்கம்மா சரிங்க. போனவங்க இன்னும் வரலையே. செங்கல்பட்டு வரைக்கும் போயிட்டு வர வேண்டாமா? எப்படியாவது இந்த ரிசப்டை முடிச்சணும். பெண்ணுக்கு வயசு 22 ஆச்சு. அந்த மூத்தாரை பொறுத்து இந்த பெண்ணுடைய பொறுப்பு எங்க ஆத்துக்கார தலைவல கட்டிட்டு போயிட்டான். சினிமா பார்த்து யாராவது ரொம்ப பண்ணி எங்கேயாவது கிளம்பிட்டா ரொம்ப கஷ்டமாயிடுமே. நம்ம ஆளுக்கு நல்லா தெரிஞ்ச இடத்துக்கு தான் போயிருக்கான். பையன் ரொம்ப நல்லவனா, எங்கேயோ வேலைக்கு இருக்கான. இன்னைக்கு கட்டாயம் அந்த விஷயம் பிக்ஸ் ஆகணும். அம்மா கொஞ்சம் பண்ணி நீ நினைச்சது நடந்து விடு. ஆசீர்வாதம் சுவாமி. வாங்கவி. என்னங்க பையன் பார்த்தேடா? என்னங்க பையன் பார்த்தேடா? எல்லாம் ஐயா சொல்லு. வாங்க வாங்க. நாளைக்கு கசேர உட்காரு. என்னங்கோ பார்த்தேடா? என்னங்கோ மாப்பிள்ளை பார்த்தேடா? எல்லாம் பார்த்தாச்சு. கண்டு ஆனா நடக்காது. എന്തായി കല്യാണം ഇരുന്ന് മകളുടെ കല്യാണം നിശ്ചയിച്ചോ? ഒരു വീഡിയോ പയ്യനെ പാത്താച്ചു. ரொம்ப பேசினாச்சு. நல்ல ஒன்னாம் தரம் கொடுப்போம். இஷ்டம் போல இந்த பையன் இஷ்டம். பையன் இஷ்டம் உள்ளு என்ன பின்னால நடத்தி கொடு. ஏதாவது ஒரு குழப்பம். அந்த பையன் பிராமணாளா மட்டன் சாப்பிடுறான். தினமும் சாப்பிடாது. தண்ணி ஓடும் போல் மட்டன் சாப்பிடும். கடவுளே എന്റെ മാസ്റ്റർ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ആരായാലും കഴിക്കാത്ത. അതിന് ഈ കല്യാണത്തിനുമായിട്ട് എന്താ ബന്ധം? ആരാലും ഒരു വേറൊരു പ്രശ്നം കൊഞ്ചം ലവ്. ആരെ കൂടെ അവരെ കണ്ടാൽ ഒരു കള്ളന്റെ ലക്ഷണം ഇല്ല സമയം. அப்படித்தான் கல்யாணம் ஆனப்புறம் இவன் வாழ்நாள் பூரா ஜெயில இருந்துட்டான்னாக்க இவன் பொண்ணு கதி என்ன ஆறுதுங்கிற. போலதான் உனக்கு என்ன வந்தது? എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ ഇവിടെ കൂടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ കൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ എത്ര കല്യാണം? എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചുകൊള്ളാം. അയാൾ ഇനി ഈ നാട്ടിൽ കയറിയില്ല. ഇങ്ങോട്ട് നോക്ക്, അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? ഉള്ള ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ടടി മണ്ടി. എപ്പോഴുണ്ടെങ്കിലും ഞങ്ങളറിയും. ഞാൻ വിചാരിച്ചാൽ നീയും നിന്റെ കൃഷ്ണൻ ചേട്ടനും അകത്ത്, ആ പെൺകൊച്ചിനെയും പോലീസ് സ്റ്റേഷനിൽ ചതിക്കില്ലേ കേശവൻ ചേട്ടാ? എന്റെ കൃഷ്ണൻ ചേട്ടൻ വല്യവനായി കഴിയാം. എന്റെ മോള് പഠിച്ചു മിടിക്കുകയാകണം. എനിക്കെന്ത് വന്നുകൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഭാര്യയെ കഴിയാം. ദൈവത്തെ ഓർത്ത് അത് മാത്രം പറയല്ലേ. കേശവൻ ചേട്ടൻ്റെ ഒരു ഭാര്യയും മകനും ഉണ്ടല്ലോ. ഒരു ഭാര്യയോ? ചെല്ലുന്നിടത്തൊക്കെ ഭാര്യമാരുണ്ട്, ചിലടത്തൊക്കെ കൊച്ചുങ്ങളും കാണും. നിന്നെ കൂടെ ഞാൻ എടുത്തോളാം എന്റെ പൊന്നു. സാധ്യമല്ല. അങ്ങനെ വാശി പിടിക്കാതെ പെണ്ണെ. ഇഷ്ടം സ്ഥലത്തില്ല എന്നുള്ള കാര്യം നല്ല ഓർമ്മ വേണം. അങ്ങനെ കത്തി കാണിച്ചെന്നെ ഭയപ്പെടുത്താന്ന് വിചാരിക്കണ്ട. ഞാനിത് എത്രയോ കണ്ടതാണ്. ഇത്തവണ എനിക്ക് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ സകല കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടിരിക്കും. ആ സ്ത്രീയെ കൊന്ന കുറ്റത്തിന് അവൻ തൂക്കുമരത്തിൽ കയറ്റി വരും.
ആ പെൺകുട്ടി റോഡിൽ നടക്കേണ്ടത്. മോളെ മോള് ഉറങ്ങിക്കോ. മോളുടെ അച്ഛൻ വരുമ്പോ ചോക്ലേറ്റ് മുട്ടായി ഓറഞ്ച് എല്ലാം കൊണ്ടുവരണ്ട കേട്ടോ മോളെ. നല്ല മോള്. കണ്ടവന്റെ കൊച്ചിനൊക്കെ എടുത്ത് ലാളിക്കും. പിന്നെ ആരാളിക്കാണ് നമുക്ക് വല്ല സ്വന്തമായി കൊച്ചം പറ്റുണ്ടോ? എന്റെ കുഴപ്പം ഒന്നും ഉണ്ടാകും. എന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പം എന്റെ കുഴപ്പമാണോ? ചങ്ങരോ ബിസ്ക്കറ്റ്. ആ ഈ പുസ്തകം കുടിച്ചേക്കുന്ന നാളെ പള്ളിക്കൂടത്തിൽ പോകണം. എന്റെ ശങ്കര, ഞങ്ങൾ എന്നാ കൊടുത്താലും എന്നാ പറഞ്ഞാലും ஆனால் ഒരേ ഒരു അച്ഛനെ കാണണമെന്നും പറഞ്ഞു. കാറിന്റെ ഓൺ കേൾക്കുമ്പോൾ മദ്രാസി പട്ടണമല്ലയോ അല്ലേ കാർ. അവൾ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കും അവളെ കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ മാസ്റ്ററും ദേവകിയമ്മ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ധൈര്യമായിട്ട് പോവുകയാണ്. ആരായി നോക്കിയാണോ ശങ്കരായി ഞങ്ങൾ ഈ കുഞ്ഞിനെ നോക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞല്ലേ, ഒരു വീടില്ല. ആണാ ശങ്കര, നീ എന്താ കാറ് വാങ്ങിച്ചെന്ന് കേട്ടല്ലോ? വാങ്ങിച്ചു. കുറച്ച് ബാക്കിയൊക്കെ കൊടുക്കാനുണ്ട്. ആ, നീ മദ്രാസി വന്ന് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തല്ലോ, സന്തോഷം. പിന്നെ ശങ്കരനെ രാമപാല് കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ചതാണ് ആ കാറ്. നിങ്ങളെമാരൊന്നും അല്ല. എന്റെ ശങ്കര, സത്യം പറഞ്ഞാല് എനിക്ക് ശരീരം അടങ്ങി വേദനിക്കാനൊക്കെ ഞാൻ അങ്ങനെ ശീലിച്ചിട്ട് എന്നാ വല്ലജാതി ഇവിടെ കൊണ്ട് രക്ഷപ്പെടാമെന്നും കണ്ടാണ് ഞാൻ മദ്രാസിക്ക് പോകുന്നത്. വന്നപ്പോ കേട്ടോ ചില്ലറ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പഴതിൽ ഓരാണ് എന്റെ ദേവയ്ക്ക് മദ്രാസി വന്നപ്പോ ഞാനങ്ങ് ശോഷിക്കും. ബാംഗ്ലൂർ മേൽ വരുമ്പോ എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഓഹോ, മോളെ ഒന്ന് വാങ്ങിക്കണം. മോള് വാ മോളെ. ഞാൻ വരാം. ഒരു കൂട്ടായി എടുക്കട്ടെ. അച്ഛാ, ഞാനിനി അച്ഛനും ഡാഡിനെ വിളിക്കുന്നു. അതെന്താ, പള്ളിക്കൂടത്തിൽ പോകുന്ന ചീത്ത വർത്താനം പഠിക്കാനാണോ? അയ്യോ, അച്ഛൻ അറിഞ്ഞൂടെ? ഡാഡി എന്ന് പറഞ്ഞ അച്ഛൻ അർത്ഥം. എന്നാലും അച്ഛാന്ന് വിളിക്കുന്ന സുഖം ഇംഗ്ലീഷ് വിളി ഇല്ല മോളെ. ഓ മോളിൽ എന്തോ പഠിച്ചു? ഒരു കഥ. മോൾ വായിച്ചു? ഡാഡി വായിച്ചു. മോൾ വായിച്ചു? ഡാഡി വായിച്ചു. ഡാഡിക്ക് അറിഞ്ഞൂടാ? അയ്യോ, ഡാഡിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ? ഇല്ല മോളെ. ഞാൻ പഠിപ്പിച്ചു തരാം. എ ബി ബി സി സി ഡി ഡി. ഡാഡിക്ക് പോകാൻ സമയമായി. മോള് പാല് കുടിച്ചോണ്ട് അവിടെ പോയി ഇരുമ്പോ മാസ്റ്റർ വരും, എന്നിട്ട് പഠിക്കണം. ശാന്തി, അതാ മാസ്റ്റർ വന്നല്ലോ. പാല് കുടിച്ചിട്ട് ഇരുന്ന് പഠിക്കും. ശാന്തി, പാല് ചാപ്പിടമ്മ. ശാന്തി വല്ലതും പഠിക്കുന്നുണ്ടോ മാസ്റ്ററെ? ശാന്തി എല്ലാ ക്ലാസ്സിലും ഫസ്റ്റാക്കണമെന്നാണ് എന്റെ വിചാരം. പിന്നെ ശങ്കരൻ വലുതാണ്. നിങ്ങൾ ആദ്യം വന്നപ്പം എന്റെ കൂട്ടത്തിലല്ലേ താമസിച്ചത്? ആ വിചാരം എപ്പോഴും ഉണ്ട് മാസ്റ്റർ എനിക്ക്. നിങ്ങളെ പിടിച്ചു വേണം എനിക്കൊന്ന് കര കയറാൻ. എന്റെ ദേവകി ഇപ്പൊ സിനിമാക്കാരും തിരിഞ്ഞു നോക്കുന്നു. ആ വയസ്സും കുറെ ആയില്ലേ? മാമ്പലത്തെങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പ് മേടിക്കാൻ പോകുന്നോ മേടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. അങ്ങനെ ഒരു ചെറിയ ആലോചനയിലിരിക്കുന്നു. അയ്യോ, അതൊക്കെ ഒരു ഞാൻ പറയാം. ഇയാള് പ്രശ്നം വെച്ച് പറഞ്ഞിട്ട് 5 ലോട്ടറിക്ക് ഞാൻ എടുത്തു. ഒരു ബലവുമില്ല. ഇയാൾക്ക് പ്രസവിക്കാത്ത പെണ്ണെ പ്രസവിക്കാൻ അറിയൂ. വിട്ടേക്കും വിട്ടേക്കും. ഇപ്പൊ സാറ് പറയുന്നോട് നീങ്ങെല്ലാം പോക. ശങ്കരണ്ണെ, நீங்கெல்லாம் இருந்தும் இவரை இப்படி செய்ய விட்டீங்கிறது தான் வருத்தம் மறைச்சிருந்த ஒருவாட்டி மன்னிக்கிறேன். சரி, உங்க பேச்சுக்கு மதிப்பு கொடுக்கறேன். ஜோசியர் பக்கத்து வீட்டுக்காரனா இருந்துட்டு பிராமணனா இருந்துட்டு இப்படி மானத்தை வாங்கி விட்டீரையா? அவன் சொல்றத கேட்டா கேட்டா சுவாமி ஒரு பட்டிருக்கா பாதிக்கே இருக்கானே. ஆரமா சுவாமி ஆமா இருக்கு. அதெல்லாம் ஒண்ணும் இல்லை, சும்மா இரு. ஆமா நீ தலையெழுத்து. என்ன 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 கலாட்டா? ஒண்ணு இல்ல,
சின்ன தராது. ஆமா, நீங்க எந்த படத்துக்கு போயிட்டு வரீங்க? யாரு ஹீரோ? நாகேஸ்வரராவோ? ஹீரோயினி வரலட்சுமி. போயிட்டு தகரோ நம்ம தேவகி அந்த காலத்திலே நாகேஸ்வரராவின் கூட்டத்தை நடிச்சிருக்கேன். ஏதோ ஒரு தெலுங்கு படத்திலே பானுபதிக்கு வேണ്ടി ആ കാലൊക്കെ കഴിഞ്ഞു പോയില്ല. ആ കാലത്തിൽ എനിക്ക് തന്ന ഹീറോ കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് നർഗീസ് മാറി ആയാണ്. ആവതേച്ചി ഉനക്കുதான் ஹீரோ பூ வாங்கிருக்காங்களே. ஐயோ மாமி உனக்கு ஒண்ணும் தெரியாது. நம்ம தொழிலுக்கு தகுந்த சான்ஸ் கிடைக்கணும்னா ஒரு ஹீரோ நம்ம கச்சேரியில் இருக்கணும். அதுக்குத்தான் என் ஹீரோ ஒத்துக்க மாட்டேங்கிறாரே. அது வேண்டாம், அது வேண்டாம், அது மனசு இருக்கട്ടെ. ஜாதகமா பிரச்சனமா வாயா ஸ்டேஷனுக்கு. என்ன விசேஷங்க? அதெல்லாம் அங்க வந்து வச்சுக்கிறான். சுவாமி நமஸ்காரம். சுகமா போயிட்டு போங்க. தங்கரோ அப்பவே நான் சொன்னேன், இவன் கை நோட்டும் அபோசம் பிசினஸும் செட்டாகணும். தம்பைய புத்தியப்படுத்திக்கிறோம். என்னங்கோ வாங்க போலாம், நேரம் பார்த்து படிக்கும். வாங்க பார்த்த வாங்க. ആ പെൻസിലും പുസ്തകമൊക്കെ എവിടെ കൂടി കളഞ്ഞു? ഞാനിവിടെ വെച്ചിരുന്നു. ആ ABCD എഴുതിയ പുസ്തകം എന്തിയെ ഇവിടെ വെച്ചിരുന്നു. പക്ഷെ അവിടെ കാണത്തില്ലേ, നാട്ടിൽ കൊള്ളാനില്ല കൂടുതൽ. അവരുടെ കുറ്റമല്ല മാസ്റ്റേ, അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തായിരുന്നു. ഇല്ല മോളെ, ഞാൻ ഈ അക്ഷരായിരുന്നു മാസ്റ്റേ. എന്റെ മോളാണ് ആദ്യത്തെ ഗുരു. അമ്മയെ കാലിന് നാളെ ഡാഡി പോയി അമ്മയെ വിളിച്ചോണ്ടില്ല. മോൾ ഇന്ന് പറഞ്ഞു. ഉറക്കം വരുമ്പോ അമ്മ ഓർമ്മ വരും. അമ്മ കേട്ടോ വിനോദ്, ഇവർക്ക് കുസൃത്തരം അല്പം കൂടുതലാണ്. അതാണ് എന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ആക്ഷേപിച്ചത്. അങ്കിളിന്റെ മുൻപിലാണെന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുകയാണ്. അച്ഛന്റെ മുമ്പിൽ വെച്ചല്ലെങ്കിലോ? നീ പുരുഷന്റെ തന്റെ ഇടം കാണുമായിരുന്നു അല്ലേ മിസ്റ്റർ വിനോദ്? നമുക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനോ പോകും. I shall be coming just now. You please carry on. എന്ത് ചെയ്യുമായിരുന്നു? ഏറ്റവും മധുരമുള്ള ശിക്ഷ തരുമായിരുന്നു. അതേ നാളേക്ക് തന്നെ മറുപടിയും കിട്ടുമായിരുന്നു. ശാന്തിയുടെ ഡാഡി വിവരമുള്ളയാളാണ്. ഇത്ര വേഗം എങ്ങനെ മനസ്സിലാക്കി? നമ്മെ തെറ്റാക്കിയിട്ട് മാറിയത് കണ്ടില്ല. അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ ഉദ്ദേശം അറിയും. ഇന്ന് പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ, വിനോദിന്റെ ഫാദർ സമ്മതമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ധൈര്യമായി പറയും. എന്റെ ഫാദർ സമ്മതിച്ചു. ഇപ്പോൾ തന്നെ പറയും. ഞാൻ വരട്ടെ. ഡാഡി, ഡാഡി, എനിക്ക് ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഡാഡി. പറയൂ. എന്താ മോളെ? ഡാഡി, ഞാനും വിനോദും തമ്മിൽ സ്നേഹമാണല്ലേ? എന്നിട്ട് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമേ ഉള്ളൂ അതോ തീരുമാനമായോ? അത് അച്ഛനല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ തീരുമാനം പോലെ നടക്കുമോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ആഗ്രഹം പോലെ ഡാഡി തീരുമാനിക്കണം. അപ്പോ എനിക്ക് ഗവർണറുടെ സ്ഥാനമാണല്ലേ?
മന്ത്രിസഭ തീരുമാനമെടുക്കും, ഗവർണർ സൈൻ ചെയ്യും. എന്നാൽ നിന്റെ വിവാഹ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം പോലെ നടക്കൂ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, അത് നടത്തുകയും ചെയ്യും. വിനോദിന്റെ അച്ഛനെ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇതേക്കുറിച്ച് വളരെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. നീയും വിനോദുമായുള്ള വിവാഹം എത്രയും വേഗം നടക്കും. മണ്ടി പെണ്ണെ, നിനക്ക് വിനോദിനോട് ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഡാഡി ഒരു വലിയ കള്ളനാണ്. നീ ഒന്ന് ചുമ്മാ നേടി എന്റെ പൊന്നമ്മ. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സൂചിച്ച് കഴിയണമല്ലോ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ കൃഷ്ണൻ ചേട്ടൻ മദ്രാസിൽ വലിയ ലക്ഷപ്രഭുവായിട്ട് കഴിയുകയും ഞാനിവിടെ വാറ്റുകാരായതും കുടിച്ച് ഉടനെ വലിച്ച് നടക്കുകയും അത് നടപ്പില്ല. ഞാളെ തന്നെ ഞാൻ മദ്രാസിന് ദൈവത്തെ വിചാരിച്ചോക്കും ചെയ്യരുതേ. നീ ഓടിയവിടുന്നു. ശാന്തി എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ഒരു വലിയ കമ്പനിയൊക്കെ വെച്ച് ബംഗ്ലാവും കാറും ശങ്കറിന് പേര് മാറ്റി സൂയിക്കുകയാണ് നിന്റെ കൃഷ്ണൻ ചേട്ടൻ. പാതി മുതൽ എനിക്ക് തന്നാലെന്താ? തന്നില്ലേ ആ പെൺകൊച്ചിന്റെ തള്ളേക്കൊന്ന കേസിന് ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഇല്ല, ഇങ്ങനെ ഒരു ചതിവ് ചെയ്ത് എന്റെ മോളുടെയും കൃഷ്ണൻ ചേട്ടന്റെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിന്നോട് ചോദിച്ചോണ്ടില്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എവിടെ പോകുന്നു? എനിക്ക് വെളുപ്പിനെ പോണമെന്ന്. ഇവിടെ വന്ന് കിടന്നിട്ടേ വെളുപ്പിന് എഴുന്നേറ്റ് പോയാ മതി. എനിക്കിവിടെ രാത്രി കിടന്നാൽ സന്തോഷം കൊണ്ട് ഉറക്കം വരില്ല. എനിക്ക് എവിടെ നിന്നെങ്കിലും കുറെ കുടിക്കണം. എന്തുവാടാ? ശാന്തിസിന്റെ കല്യാണമല്ലേ? ഈ വീടുകളൊന്ന് അലങ്കരിക്കണ്ടേ? ചേടാ, കല്യാണം ഇവിടെ വെച്ചല്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ച. അപ്പൊ എന്തിനാ ഈ വീട് അലങ്കരിക്കുന്നത്? അഥവാ അലങ്കരിച്ച ആളെ കാശാ പോകുന്നത്. ശാന്തിക്കുഞ്ഞിന്റെ അല്ലേ? നീ നാളെ വന്ന് കല്യാണ മണ്ഡപത്തിൽ നോക്ക്, അപ്പൊ കാണാൻ കളി. മിസ്റ്റർ മേനൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു നോട്ടവും ശ്രദ്ധയും വേണ്ടേ? ഞാൻ ആകെ കൂടെ അസ്വസ്ഥനം. എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കാം. കത്തുകളൊക്കെ നേരത്തെ അയച്ചു. എനിക്ക് 7 രൂപ വെച്ച് സത്യയ്ക്ക് ഏർപ്പാട് ചെയ്തു. മണ്ഡപം അലങ്കരിക്കാൻ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണല്ലോ, അത് ഇന്ന് രാത്രി ശരിപ്പെടും. പിന്നെ ദേവകി ഒരഭിപ്രായം പറഞ്ഞു, കല്യാണ ചടങ്ങെല്ലാം സിനിമയിലെടുക്കണമെന്ന്. വേണ്ട വേണ്ട, ഞാനുള്ള ഒരു പടം പോലും എടുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. എന്നാ വേണ്ട. എന്റെ വിൽപത്രം രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സ് കിട്ടിയോ? അത് കിട്ടിയല്ലോ. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അതെ, മേനം പൊയ്ക്കോളൂ. നീ എവിടെ നിന്ന്? ഞാൻ പഴയ പുള്ളിയാത്തൊരു കഴിയാക്കാന്. ആശാനെങ്ങനെ ഈ നിലയിലായി? ഇതൊക്കെ സ്വർണ്ണമോ കള്ളാത്തോ? നീ എന്നെ പഴയ രീതിയിൽ കാണരുത്. ഇത് ഞാൻ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് സമ്പാദിച്ചതാണ്. ചുമ്മാ ആശാനെ, സ്വന്തം പ്രയത്നം. നമ്മൾ രണ്ടിനും കൂടെ എത്ര പ്രയത്നിച്ചാൽ ജയിലിൽ നമ്മൾ എത്ര നാൾ? എന്റെ ഇന്നത്തെ നില നീ ഒന്ന് നോക്കണം. ഓഹോ, അങ്ങനെ എനിക്കും കൂടെ ഒന്ന് ജീവിക്കണമല്ലോ. ഞാൻ എന്ത് വേണമെങ്കിൽ തരാം. 20,000 30,000. 20,000 30,000 ആ കുതിരപ്പത്തേന്റെ അവിടെ ചെന്ന് ഒരുത്തന്റെ പാകന് തപ്പിയാൽ കിട്ടുമല്ലോ. എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ? കേശവ, ഞാൻ വളരെ കാലം കൊണ്ട് കെട്ടിപ്പടുത്ത് ഒരു നിമിഷം കൊണ്ട് നീ നശിപ്പിക്കരുത്. ഇനി ആവശ്യമുള്ളത് ഞാൻ ദൈവത്തെ ആശാൻ എങ്ങാണ്ടും നോക്കി പറക്കിയെടുത്ത് ആരുടെ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. ആ കൊച്ചിന് വല്ലതും കൊടുക്കണം. കാരണം അതിന്റെ തള്ളെ ആശാൻ ഞെട്ടിക്കണം. ഞാനൊന്നും മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കും ആശാനെ പോലെ കാറും ബംഗ്ലാവും ഒക്കെ വെച്ചോ ഒന്ന് സൂചിക്കട്ടെ. ആരാണ് ആ മുതലാളിയുടെ മുമ്പിൽ കയറിയിരിക്കുന്നത്?
എടിയതാ ഒന്നും പറയരുത്, എന്റെ നാട്ടുകാർ. ഇതിനെ ഏത് കഴിഞ്ഞ് ഇറക്കി വിട്ടുവാ. ഈ നാട്ടും പുറത്തുകാർക്ക് ഒരു മര്യാദ, ഒരു എത്തിക്കറ്റില്ല. നേരം പറ്റുള്ളൂ. ശാന്തിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തിന്റെയും പ്രമാണം അതാണ്. മനസ്സിലായി? കേശവ, നീ പോയി നാളെ കഴിഞ്ഞു വാ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ സകല കള്ളത്തരങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ അളിയാ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നോട് വേലിറക്കാം. സകല സ്വത്തുക്കളും ആ പെണ്ണിന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് താൻ ആത്മഹത്യ ചെയ്യോ നാട് വിടുകയോ പിന്നെ ഞാൻ എന്തോ എടുക്കും. നീ എന്നെ നശിപ്പിച്ചിറങ്ങും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ജീവിക്കണം. അതുകൊണ്ട് തൽക്കാലം ഈ കല്യാണം വേണ്ടെന്ന് വെച്ചു. എന്റെ ഒരു മോനുണ്ടായിരുന്നല്ലോ, അവൻ ബഹു സമർത്ഥനം എന്ന് വെച്ചാൽ തന്നേക്കാൾ സമർത്ഥന. അവൻ താനെ തുറക്കും. അതുകൊണ്ട് തന്റെ മോളെ അവളെ കൊണ്ട് സംബന്ധം ചെയ്യും. കേശവ, നീ എന്താ നീ പറയുന്നത്? നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം പറയുന്നു. പകുതി സ്വത്ത് എനിക്ക് വേണം. അതിന് തന്റെ മോളെ എന്റെ മോനെ കൊണ്ട് സംബന്ധം ചെയ്യിച്ചേ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് 12 മണിക്ക് സകലം ഞാൻ വിളിച്ചു പറയും. ഇതിന് യാതൊരു മാറ്റവുമില്ല. ഞാൻ കോടമ്പുറത്ത് സുബ്രഹ്മണ്യ വിലാസം ഹോട്ടൽ 5ാം നമ്പർ മുറിയിലാണ് താമസം. നാളെ 10 മണിക്ക് മുമ്പേ എനിക്ക് ഈ വിവരം അറിയണം. അതല്ലാന്നുണ്ടെങ്കിൽ കല്യാണ സ്ഥലത്ത് കാണാം. ശങ്കർ ആര്? കേശവനോ? என்ன சாமி இவ்வளவு லேட்டு? தண்ணி கிடைச்சதா? கொண்டு வாப்பா. எவ்வளவு நேரமா வெயிட் பண்ணிட்டு இருக்கு.
ഒരു വാപ്പാ കൃഷ്ണൻ ചേട്ടനോ? അതേടാ, കൃഷ്ണൻ ചേട്ടൻ തന്നെ, പഴയ കേടി കൃഷ്ണൻ. കൃഷ്ണൻ ചേട്ടന്റെ ഈ വേഷത്തിൽ ഇതാണല്ലോ കേടി കൃഷ്ണന്റെ വേഷം. നീ കണ്ടിട്ടില്ലേ? നേരത്തെ കണ്ടത് ശങ്കരന്റെ വേഷമായി. ഞാൻ ഇന്നും പഴയ കേടി കൃഷ്ണനാണെന്ന് നിന്നെ മനസ്സിലാക്കാനാണ് ഈ വേഷത്തിൽ വന്നത്. എടാ കേശവ, നീ തെറ്റിദ്ധരിച്ച് ഞാൻ കൂട്ടുധരിച്ചപ്പോൾ ഭീരുവായിപ്പോയത്. എന്റെ സമ്പാദ്യം കള്ളക്കടത്തും കള്ളനോട്ടും കൊണ്ടുണ്ടായതാണോ? അല്ലടാ, അല്ല. ന്യായമായ മാർഗത്തിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. നിനക്ക് ഞാൻ പണം തന്നപ്പോൾ നീ ധരിച്ചു ഭയന്നിട്ടാണ്. അയ്യോ കൃഷ്ണേട്ട, ഞാൻ അല്ലടാ. അതിലുപരി നിന്റെ ഇപ്പോഴത്തെ ഭാര്യയില്ലേ, കൊച്ചുനാളിലെ മുതൽ എന്നെ സ്നേഹിച്ചു വളർന്ന ആ പെൺകുട്ടി, അവളെ കരുതി കൂടിയാണ് ഞാനത് ചെയ്തത്. കേശവ, അവസാനമായി ഞാൻ പറയുന്നു, അറിയാതെ ഞാനൊരു സ്ത്രീയെ കൊന്ന് കൊലപാതക, അറിഞ്ഞുകൊണ്ടൊരു കൊലപാതകയാകാൻ നീ ഇടയാക്കരുത്. എനിക്ക് പണം എത്ര വേണോ ഞാൻ തരും. എന്റെ മകളുടെ കല്യാണം നീ അലങ്കോലപ്പെടുത്ത. അലങ്കോലപ്പെടുത്തിയാൽ ഈ വേഷത്തിൽ നീ എന്നെ ഒന്നുകൂടെ കാണാനിടയാവും. മനസ്സിലായോ? എന്നാ കൃഷ്ണേട്ടൊരു കാര്യം ചെയ്യട്ടെ, വേറൊന്നും തോന്നരുത്. നാളെ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഒരു 50,000 രൂപ കൊടുത്തയച്ചിട്ടാ, ആരെങ്കിലും കഴിച്ചു കൊടുത്തേച്ചാ. ആ കൃഷ്ണ, കൊച്ചുകൃഷ്ണ, ആ പട്ടികൃഷ്ണ, നീ കേശവനെ ഏമാറ്റാന്ന് വിചാരിച്ചില്ലടാ. എടാ തൂങ്ങിച്ചത്തവന്റെ അരിഞ്ഞാവതി തൂങ്ങിച്ചത്തവനാ ഞാൻ ചായക്കട ചെയ്തിട്ടുണ്ട്, ചായ അടിച്ചിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കേട്ടടാ പട്ടികൃഷ്ണ. എടാ പട്ടികൃഷ്ണ, രോഗി നീയാണ് നാം ഭയந்து കൊടുത്തത്. കേട്ടോ കൊടുക്കും അല്ല അതാണ് இது நல்லடி, இது நல்லா இருக்குல்ல? நல்லா இருக்குது. கல்யாண மண்டபத்திற்கு போகலாமா? என்னடா இது, எவ்வளவு நேரம் வச்சிருக்கு? முதலாளிக்கு ஆகப்பாட பஞ்சாயத்து மோடு போகணும், வெப்பமாയിരിക്കും. நீங்க போங்க, நாங்க வந்துடுறோம். ശാന്തിക്കുട്ടിന്റെ കല്യാണമാ. ഡ്രസ് ചെയ്തോണ്ടിരിക്കുന്നു. ഇനി കല്യാണ മണ്ഡപത്തിൽ ചെന്നാക്കാ. ആരാണ് മാസ്റ്റർ? അല്ല, കുഞ്ഞിനെ കാണണമെന്ന്. ഇങ്ങോട്ട് വരാൻ പറയൂ. ചെന്നാട്ടെ. മോനോട് പെർമിഷൻ ഇല്ലാതെ കറങ്ങടി. മോൾ ആരോടും പറയുകയില്ലെങ്കിൽ, മോള് ആക്ഷേപം തോന്നുകയില്ലെങ്കിൽ ഞാൻ പറയാം. മോളുടെ അമ്മ, എന്റെ പൊന്നു മോളെ 5 വയസ്സ് വരെ വളർത്തിയ അമ്മ. അമ്മേ, മോളെ പൊന്നമ്മേ. ഡാഡി, ഡാഡി എന്റെ അമ്മ. നിങ്ങൾ രണ്ടുപേരും കൂടി കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ലേഡി ദ്രോഹി. നശിപ്പിക്കടി, നശിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കും. ഇല്ല ചേട്ടാ, ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങയെ എന്റെ മോളെ നശിപ്പിക്കുകയില്ല. നശിപ്പിക്കുകയില്ല ലേഡി. പ്ലീസ് ഡാഡി. മോളെ, മുഹൂർത്തത്തിന് സമയമായി. കൂട്ടുകാർ ഒരുമിച്ച് എല്ലാണ് പന്തലിച്ചത്. അച്ഛനാണ് പറയുന്നത്. അച്ഛൻ പുറകെ വരാം. ഓ, സാരമില്ല മോളെ, അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മോക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും.
മോള് പോയിക്കോ. നിന്റെ ഭർത്താവ് കോടമ്പാക്കത്ത് സുബ്രഹ്മണ്യ വിലാസ ഹോട്ടലിൽ 5-ാം നമ്പർ മുറിയിലിരുന്ന് എന്റെയും എന്റെ മകളുടെയും ചിത ഒരുക്കുകയാണ്. മനസ്സിലായോ? എന്റെ ഭർത്താവ് ഇവിടെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതറിയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മനുഷ്യൻ മദ്രാസിലേക്ക് പോകുന്നത് മനസ്സിലാക്കി ഞാൻ പുറകെ വരികയായിരുന്നു. ഓഹോ, നീയും കൂടെ ചേർന്ന് എന്റെ വിലവേഷം വന്നതാണല്ലേ? അങ്ങയുടെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി വില പറയേണ്ട കാര്യമില്ല. നിന്റെ ഭർത്താവ് എന്റെ മകളുടെ കല്യാണം നടത്തിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. എനിക്കൊരു രൂപവുമില്ല. അവനെല്ലാം തകർക്കും, എല്ലാം തകർക്കും. അങ്ങ് സമാധാനമായിരിക്കും. ഞാനതിന് വഴിയുണ്ടാക്കാം. എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ്. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും ശാന്തി എന്റെ മോളാണ്. അവളുടെ വിവാഹം നടന്നു കാണാൻ ചേട്ടനെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. மாமி வரியா? இன்னொரு கல்யாணம். அவ்வளவு அங்க அனுப்பிச்சேன். சங்கர சார் கல்யாணத்துக்கு நம்ம வந்துட்டு வந்தேன். ஓஹோ, வாங்க வாங்க வாங்க. நேரத்தில் அங்கே உட்காரு. மணி 10 கேடிக்கு காணல. பாய், மணி என்னாச்சு? பாய், நீ எங்க விடணும்? എന്തിനു വിടണം? നാരായണി നമോസ്തുതേ. മാംഗല്യം സമ്പുനാമേനാ മമ ജീവന ഹേതുനാ കണ്ഠേ പത്മാമി സുഭഗേ ത്വഞ്ചേവ തരഘസ്വതാ. ഞാൻ ഹോട്ടൽ സുബ്രഹ്മണ്യ വിലാസിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞയച്ചാണ് കല്യാണത്തിന് യാതൊരു തടസ്സം വരില്ലെന്ന്. അവരെവിടെ? അവിടെ താമസിക്കുന്ന ഒരാളെ കുത്തിക്കൊന്നു. ക്ഷമിക്കണം, ഞാനും നമ്മുടെ എസ് ഐ ചെന്താമരയും ഇന്ന് കല്യാണത്തിൽ പുറപ്പെട്ടതാണ്. നാട്ടിൽ നിന്ന് അലവലാതി കയറി വന്ന് ഒരുത്തിനെ കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കേസിന്റെ കാര്യം അറിയാനാണ് വന്നത്. ഈ കേസിന്റെ? അതെ. ഇരിക്കണം. വേണ്ട, ഞാൻ ഈ കേസിൽ ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങളെ അറിയിക്കുന്നതിന് മുൻപ് ഈ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയാം. സ്നേഹിച്ച ഒരു പുരുഷന് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും നീചനായ ഒരുവന്റെ ഭാര്യയായി ജീവിച്ച് അവസാനം അയാളെ കൊലപ്പെടുത്തിയ ഒരുവളാണ്. സ്ത്രീവർഗത്തിന്റെ അഭിമാനമാണ്. നല്ല ഇവളുടെ ജീവിതം തകർത്ത് ഇവളെ കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യിച്ചത് ഞാനാണ് സാർ. നിങ്ങളെല്ലാം വളരെയേറെ ബഹുമാനിക്കുന്ന ഈ ഞാൻ. കൃഷ്ണൻ ചേട്ടനോ? അതെ, കേരളത്തിലെ എണ്ണപ്പെട്ട പേടികളിൽ ഒരുത്തനാണ്. സാഹചര്യം കൊണ്ട് എനിക്കൊരു സ്ത്രീയെ കൊല്ലേണ്ടി വന്നു. അനാഥയായ അവളുടെ ശിശുവിനെ ഞാൻ എടുത്തു വന്നു. ആ കുഞ്ഞിനെ വലിയവളാക്കി തീർക്കണമെന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഇന്ന് എനിക്കത് സാധിച്ചു. നിങ്ങളുടെ വിലങ്ങിനും ജയിലിനും തൂക്കുമരത്തിനും അവകാശി എന്റെ പൊന്നമ്മയല്ല, ഞാൻ തന്നെയാണ്. കൃഷ്ണൻ. ഇതാ